ഹായ് ഹലോ നമസ്കാരം. പൊന്നാക്കാരൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു വെറൈറ്റി പരിപാടി കേട്ടാ. മരുഭൂമിയിലേക്ക് പോവാണ്. മരുഭൂമി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനല്ല, വീട്ടിൽ നിന്ന് പണിക്ക് പോവാണ്. നാട്ടിലെ വണ്ടി ഫുൾ ലോഡ് സാധനമാണ്, ഫുള്ള് സാധനമാണ്. എൻ്റെ വണ്ടിയിൽ ഫുള്ള് സാധനം. അപ്പുറത്തെ വണ്ടിയിൽ ഒരു രണ്ട് വണ്ടി എൻ്റെ ബാക്കിൽ വരാനുണ്ട്. അതൊക്കെ അവിടെ സെറ്റാണ്. രണ്ട് വണ്ടി അവിടെ നിന്ന് വരാനുണ്ട്. അതൊക്കെ സെറ്റാണ്, സെറ്റ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് എൻ്റെ വണ്ടിയിൽ ഫുള്ള് സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടുന്ന് വിടും. ഞാനിപ്പോൾ അവരും കൂടി വരാമെന്ന് പറഞ്ഞിട്ട് ഒപ്പം പോവാം, ഒരുമിച്ച് പോവാം, ഒറ്റക്ക് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ രാവിലെ വന്നിട്ട് ഫുള്ള് സാധനങ്ങൾ കയറ്റുന്ന പരിപാടിയിലായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ കയറ്റി ഫുള്ള് ലോഡാക്കി. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നമ്മൾ പോകും. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ എത്തിക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നല്ല വിഷയമായിരിക്കും. ആരും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. മരുഭൂമിൻ്റെ തെരുവീതികളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട വിജനമായ സ്ഥലം. മരുഭൂമിയുടെ റോഡ് രണ്ട് സൈഡും ഒന്നുമില്ല, വിജനമായ സ്ഥലം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്താൻ ഏകദേശം ഇനിയും കുറച്ച് സമയം കൂടി ഉണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നല്ല രസമുള്ള ക്ലൈമറ്റ്, ചെറിയൊരു അപ്പോൾ മക്കളെ ഇതാ വിജനമായ മരുഭൂമിയിലാണുള്ളത്. അപ്പോൾ അതാ ഞങ്ങൾ വന്ന് ഇവിടെ ടെൻറ്റ് ശരിയാക്കി, ഇവിടെ ഒരു ടെൻറ്റ് റെഡ് സെറ്റാക്കി, ഇവിടെ ഒരു അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു ക്യാമറ കാര്യങ്ങൾ അത് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്ത് വരിക കേട്ടോ. പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് കണ്ടില്ലേ ഈ സാധനം, ഏതാ എൻ്റെ ബാക്കിലതാ അവിടെ നിന്ന് വിശദമായിട്ട് കാണിച്ചു കേട്ടോ. ഫുള്ള് മരുഭൂമി കേട്ടോ. കണ്ടില്ലേ ചൂട്, ഈ സമയത്ത് ചൂടാണ്. കുറച്ച് ചെയ്യണം, തണുപ്പ് വരുന്നുണ്ട്, കുറച്ച് ചെയ്യണം. ഇതൊക്കെ ഇവർക്ക് കിടക്കാനും അങ്ങനെയൊക്കെ ഉള്ള കേട്ടോ. അതുണ്ടല്ലേ സ്ഥലമായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ നമ്മളെ സംഭവം ഫുള്ള് മരുഭൂമിയാണ് കേട്ടോ. ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ എവിടെ കുറച്ച് നേരത്തെ ഒട്ടകത്തിനെ കണ്ടിരുന്നു, ഇവിടെ കാണില്ല. കണ്ടില്ലേ വിശാലമായിട്ട് കിടക്കുന്ന മരുഭൂമിയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഓരോന്നോരം സെറ്റ് ചെയ്യാണ്. ഇനി കുറച്ച് ടീം വരാണ്ട്. അപ്പോൾ അവർക്ക് വഴി അറിയാത്തത് കൊണ്ട് വഴി ഭയങ്കര ടാസ്ക്കാണ്. ഞാനിപ്പോൾ ഇനി തിരിച്ചു വിടുന്നോണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഭയങ്കര ടാസ്ക്കാണ്. ഇതിൻ്റെ അപ്പുറത്ത് അവിടെ വേറൊരു ടീമുണ്ട് കേട്ടോ. അതാ നമ്മളെ പോലെ തന്നെ വേറൊരു ടീം അതിൻ്റെ അപ്പുറത്ത് ആ സൈഡിൽ അവിടെ കണ്ടില്ലേ, അവിടെ അവിടെ ടീമുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ എനിക്കും ഇപ്പോൾ പുറത്തേക്കാണ്ട് പോയി കഴിഞ്ഞാൽ എനിക്കും തിരിച്ച് ഇങ്ങോട്ട് വരാൻ എനിക്കും അറിയില്ല. അപ്പോൾ ഇതാണ് മരുഭൂമി കണ്ടില്ലേ, മൺകൂനകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നൈറ്റ് ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. വളരെ എന്താ പറയുക, സംഭവം രസമാണ്. നല്ലൊരു വൈബാട്ടോ. സംഭവം വൈബാണ്. പക്ഷേ തണുപ്പ് വരണം, കുറച്ച് മണി കഴിയണം. ഇപ്പോൾ നല്ല ചൂടുണ്ട്, ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. പിന്നെ നമ്മൾ ഈ ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള പണികളും ഇതൊക്കെ കണ്ടില്ലേ, മരുഭൂമിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് അതിൽ വന്നിട്ട് താമസിക്കുക. എങ്ങനെ ഉണ്ടാവും? പണി കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ചും കൂടി പണിയുണ്ട്. ഇനി ഒരു സാധനം കൂടി സെറ്റ് ചെയ്യാണ്ട്, പിന്നെ ഫുഡിനും ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവം സെറ്റ് ചെയ്യാണ്ട്, ഫുഡൊക്കെ അവിടെ വെച്ചിട്ട് ഉണ്ടാക്കില്ല. അപ്പോൾ അതിനുള്ള സ്റ്റവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യാണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. വണ്ടികൾ അവിടെയൊക്കെ വണ്ടികൾ കറങ്ങുന്നുണ്ട്. അവിടെ വണ്ടികൾ കറങ്ങുന്നുണ്ടല്ലേ, അത് വേറെ ടീമാണ്. പക്ഷേ നമ്മൾ തൊട്ട് അപ്പുറത്ത് തന്നെ നമ്മൾ ഇതാ അവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാ അവിടെ ഒരു ചെറിയ മരമുണ്ട്. ഇതാണ് മരുഭൂമിയിൽ നശിക്കാത്ത മരം. പിന്നെതാ ഇങ്ങനെ
രസമാണ്. പക്ഷേ കുറച്ചും കൂടി തണുക്കണം, കുറച്ചും കൂടി തണുപ്പ് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. അവിടെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം വേറൊരു വൈബാണ്. നമുക്ക് വൈബൊന്നും ഉണ്ടാവില്ല, കാരണം ഒറ്റക്കായതുകൊണ്ട്. കാരണം വെച്ചാൽ 1-2 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ഡ്രൈവർമാരൊക്കെ വരാൻ സാധ്യത ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും, ഭയങ്കര വൈബായിരിക്കും. അപ്പോൾ മക്കളെ, മരുഭൂമിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അവരവിടെ ഇറക്കിയതിന് ശേഷം നമ്മൾ വെറുതെ ഒന്നിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയാണ്. ഇതാണ് മരുഭൂമി എന്ന് പറയുന്നത്. ഒന്നുമില്ല മക്കളെ, കുറച്ച് പുല്ല് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് എന്തോ ഭാഗ്യത്തിന് വളർന്നു വന്ന കുറച്ച് പുല്ലുകളാണ്, ബാക്കി ഒന്നുമില്ല. ഫുൾ പ്ലെയിൻ സ്ഥലം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇന്ന് രാത്രി ഫുള്ള് ഇവിടെ ആയിരിക്കും. നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ്. നിങ്ങൾ കണ്ടില്ലേ, ഒക്കെ അവിടെ സെറ്റാണ്.
കാഴ്ചകൾ നല്ലതാണെന്നുണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വിഷയം ഉണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ അവസാനിപ്പിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പറയാം, മരുഭൂമിയിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊന്നാക്കാരൻ ബ്ലോഗ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു മനോഹര വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.